നാമം, ജീവന്റെ നാമം ലോകമെങ്ങും മുഴങ്ങട്ടെ ഇന്ന്. കർത്താവാം യേശുവിൻ മഹിമാഗാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഭയം മൂലം യേശുവിൻ്റെ നാമം ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റുപറയാത്തവരെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അപ്രകാരമുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. പിന്നെ ഭയം മൂലം നിരവധി പേര് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാതിരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, കാരണം അതെൻ്റെ കടമയാണ്. അപ്പോൾ ഇന്ന് സുവിശേഷം പ്രസംഗിക്കാത്ത അല്ലെങ്കിൽ സുവിശേഷം പറയാത്ത, യേശുവാണ് ഏകരക്ഷകനെന്ന് വിളിച്ചു പറയാത്ത ഒരു വ്യക്തി ദുരിതത്തിലാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നരകത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇതാണ്, ഭീരുക്കളാണവർ എന്നാണ് ബൈബിൾ പറയുക. വെളിപാട് പുസ്തകം 21:8 ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. അപ്പോൾ നിത്യാഗ്നിയിലേക്ക് അവർ പോകുന്ന ഒരു മേഖലയാണ് ഭീരുക്കൾ. നമ്മളാരും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരല്ല, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച മക്കളാണ്. ഇനി പല രീതിയിലുള്ള ഭയങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് പലർക്കും യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കാതെ കിടക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒന്നാമത്തെ ഒരു മേഖല സുവിശേഷം പറയാനുള്ള ഒരു ലജ്ജ പലരുടെ ഉള്ളിലുണ്ട്. മറ്റൊന്ന് സമൂഹത്തെ ഭയം, സഭയെ ഭയം, സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുമോ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുകയാണ് പെട്ടെന്ന്. മറ്റൊന്ന് സ്വന്തം ജീവനെ ഭയപ്പെട്ട് കഴിയുന്നവർ. എൻ്റെ ജീവൻ എന്തെങ്കിലും മാനഹാനി സംഭവിക്കുമോ, എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ. അതുപോലൊപ്പം തന്നെ ഈ ലജ്ജ വരുന്നതിൻ്റെ ഒരു കാരണം ലൗകിക മാന്യതയിൽ കഴിയുന്ന പലർക്കും അങ്ങനെയുണ്ട്. ലൗകിക മാന്യത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ, എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ചിലരെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, അത് മതി എനിക്ക് സ്വർഗത്ത് പോകാൻ. അങ്ങനൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടേ ഇല്ല വചനത്തിൽ. കാരണം പള്ളിയിൽ പോവുക, ദിവ്യബലി അർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീ ബലിയർപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് അറിവുണ്ടോ, ആ യേശു ക്രിസ്തുവിനെ നീ പ്രഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് ചെയ്യാത്ത ഒരു വ്യക്തി അർപ്പിക്കുന്ന ഒരു ബലി പോലും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ഒരു പ്രാർത്ഥന പോലും, ഒരു ദൈവിക പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല എന്നുള്ളത് വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിനെ നാമത്തെ വിളിച്ചു പറയുന്നവരുടെ പ്രാർത്ഥനയ്ക്കും ബലിക്കും മാത്രമേ പ്രയോജനം. കാരണം വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ആർക്കും. വിശ്വാസമില്ലാതെ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ബലിയർപ്പിക്കാൻ വിശ്വാസമില്ലാതെ പറ്റും, വിശുദ്ധിയില്ലാതെ ബലിയർപ്പിക്കാൻ പറ്റും. ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെ, ഒരു അനുദിന കർത്തവ്യം പോലെ. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നു, കുളിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ശുദ്ധീകരണം നടത്തുന്ന പോലെ ഒരു പ്രോസസ്സായിട്ട് പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നു. എന്നാൽ വിശ്വാസപരമായിട്ട് നോക്കുമ്പോൾ അവിടെ അത് കാണുന്നില്ല. വിശ്വാസത്തിന് പ്രത്യേകത എന്താണ്? അത് അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭീരുത്വത്തിൻ്റെ ഒരു അരൂപി ഇന്ന് ലോകത്തിലുണ്ട്. എന്താണ് ഭീരുത്വം? പലപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ പൂർണ്ണരല്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒന്നാണ്. കാരണം ഭയം ഉള്ളിടത്ത് ഒരു സ്ഥലത്തും ദൈവത്തിൻ്റെ സ്നേഹമോ അതിൻ്റെ പൂർണ്ണതയില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഭീരുക്കളുടെ ഓഹരി എന്താണെന്ന് വെച്ചാൽ, അവരുടെ അവകാശം എന്താണെന്ന് വെച്ചാൽ തീയും
ഗന്ധകവും എരിയും തടാകമായിരിക്കും. കാരണം അവർക്കൊരു അവകാശമുണ്ട്, പീരിക്കൾക്ക് ഒരു അവകാശമുണ്ട്. നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിലാണ് അത് പ്രധാനമായിട്ട് വായിക്കുന്നത്. മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇത് 1 കൊരിന്ത്യസ് 6:9 തൊട്ട് 10 വരെയുള്ള തിരുവചനങ്ങളിലൊക്കെ ബാക്കിയുള്ള ലിസ്റ്റെല്ലാം കിടപ്പുണ്ട്. എന്നാൽ പീരിക്കൾ എന്ന് പറയുന്ന ഒരു മേഖല ഇവിടെ നമ്മൾ കാണുന്നത്. 2 തിമോത്തി 1:7 തന്നെ പറഞ്ഞ വാക്ക് അതുകൊണ്ടാണ്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിശാചിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. കാരണം പൈശാചിക ശക്തികൾ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ദൈവനാമം വഹിക്കുന്ന ഒരു വ്യക്തിയെയും പിശാചിന് ഭയമാണ്. അതുകൊണ്ടാണ് യേശുവിനെ നാമം ഉപയോഗിക്കുന്നത് കൊണ്ട് പിശാച് പോകുന്നില്ല എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ യേശുവിനെ നാമം വിശ്വസിച്ച് ഏറ്റുപറയുന്നവൻ്റെ പ്രാർത്ഥന വഴിയും പ്രവർത്തനങ്ങൾ വഴിയും പൈശാചിക ശക്തികൾ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെയും യേശുനാമത്തെയും അതിലുള്ള വിശ്വാസത്തെയുമാണ് പ്രധാനപ്പെട്ട ഘടകം. എന്നിട്ട് പറയുകയാണ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഒരുപാട് പേർക്കിന്ന് ലജ്ജയാണ് യേശുവിനെക്കുറിച്ച് പറയാൻ. ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ചില വ്യക്തികൾ എന്നോട് പറയുന്നൊരു കാര്യമാണ്, വടക്കേ ഇന്ത്യയിലെ കണ്ടില്ലേ എത്ര എണ്ണ കിടന്ന് അടികൊള്ളുന്നത്. ചുമ്മാതെ അടികൊള്ളുന്നവരുമുണ്ട്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അടികൊള്ളുന്നവരുമുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അടികൊള്ളുന്ന ഒരുപാട് പേരുണ്ട്. അതും കത്തോലിക്കനാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ കാണിക്കുന്നത്, ചുമ്മാ അവിടെ നിന്ന് വീട്ടിലെങ്ങാനും ചുമ്മാ ഇരുന്നൂടെ, അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ. പിന്നെ ഇവരെന്നിട്ട് പോയി തൊട്ടുമുത്തുന്ന ആരെയാണെന്നറിയാം? വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്, അതുപോലുള്ള വ്യക്തികളെയൊക്കെ പോയി രക്തസാക്ഷികളെ തൊട്ടുമുത്താൻ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് വിശുദ്ധരെ നമുക്കുണ്ട് രക്തസാക്ഷികളായി. ഇവരെല്ലാം തൊട്ടുമുത്തും, ഇവരെ തിരുനാളം നടത്തും. പക്ഷേ മനോഭാവം ഇതാണ്, ഇവരെല്ലാം സത്യത്തിൽ അവിശ്വാസികളും അക്രൈസ്തവ അനുഭവത്തിൽ കഴിയുന്ന വ്യക്തികളുമാണ്. കാരണം ഇവർ ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ചും കൊണ്ട് ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചിലർ പറയും, നിങ്ങളൊക്കെ എവിടെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഒച്ചത്തിൽ പ്രാർത്ഥിക്കും, സ്തുതിക്കും. ഞാൻ പറയും, പ്രാർത്ഥിക്കും, സ്തുതിക്കും, ഒച്ചത്തിൽ പ്രാർത്ഥിക്കും, സ്തുതിക്കും, അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും വാടകയ്ക്കാണ്, വേറെ പല സ്ഥലങ്ങളിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ചില വീടുകൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ പ്രാർത്ഥിക്കുന്നവരാണോ, അപ്പോൾ വീട് തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വരം വരും, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വരം വരും. നമ്മൾ ചിന്തിക്കണം, വീട്ടിൽ ഇരുന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ 5 പേരാണ്, ഞങ്ങൾ 5 പേര് പ്രാർത്ഥിക്കുമ്പോൾ 5 പേരെ സ്വരേ വരത്തുള്ളൂ. സ്തുതിക്കുമ്പോഴും നമുക്കൊരു വിവേകത്തോടെ നമ്മൾ ഉപയോഗിക്കുന്നത്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പക്ഷെ അതുപോലും ചിലർക്ക് അരോചകമാണ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ, ശല്യമാകത്തില്ലേ? കണ്ടോ, എന്നാൽ ഇവർ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും, അവിടെ മുമ്പിൽ പോയി നിൽക്കുന്നവരായിരിക്കും. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, യേശുവിനെ പറയുക എന്നുള്ളതൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന, അടക്കി വെച്ചിരിക്കുന്ന വ്യക്തി. ചിലർക്ക് ഭാഷാവർത്തി സ്തുതിക്കാൻ ലജ്ജയാണ്, മടിയാണ്. കാരണം അത് ആരെങ്കിലും കളിയാക്കിയാലോ. എന്നിട്ട് ഇവർ വലിയ സുവിശേഷ വേലയ്ക്ക് അടക്കാൻ പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മുരടിച്ചു പോയത്. എനിക്ക് തോന്നുന്നു ഇന്ന് കരസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു വലിയ മുരടിപ്പിൻ്റെ കാരണം യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയാനുള്ള ധൈര്യമില്ലാതെ പോയതാണ്. ചില പള്ളികളിലൊക്കെ ഞാൻ ചില ഇടവക പ്രസംഗങ്ങളാണ് അത് കാണുന്നത്. ഇടവകയിലൊക്കെ വികാരിച്ചന്മാർ പറയും, നിങ്ങൾ ഒരു ധ്യാനേന്ദ്രത്തിൽ പോകണ്ട, ഇവിടെ വന്നാൽ മതി, എല്ലാ പൂർണ്ണതയും ഇവിടെ അടങ്ങിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ധ്യാനേന്ദ്രങ്ങളെ കളിയാക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുർബാനയ്ക്ക് കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമെന്നുള്ള പേടിച്ചുകൊണ്ടാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പ്രസ്ഥാനം വളരണമെന്നുള്ള ചിന്ത, എൻ്റെ റീത്ത് വളരണം, സഭ വളരണമെന്നുള്ള ചിന്താഗതി കൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത്. പക്ഷെ അതിനകത്തൊരു ആത്മീയമായിട്ട് ചിന്തിക്കാൻ പലർക്കും കഴിയും. എല്ലാ വൈദികരും കാര്യമല്ല പറഞ്ഞത്, ചില വൈദികരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവിടെ അവർ ആത്മാവ് നശിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ തെറ്റായിട്ട് ചിന്തിച്ചു പോകുന്ന ഇടവകളിൽ നമ്മൾ എന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ആത്മഹത്യകളുടെ വർധനവ് അവിടെ കാണാൻ പറ്റും. ആത്മഹത്യകളുടെ വർധനവ്, അതിനൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുബന്ധമായ കുറച്ച് കുർബാനയും കാര്യങ്ങളും നടക്കുകയും ചിലവുകളുണ്ടാകുകയും പള്ളിയിൽ പടി കൊടുക്കുകയും വരി കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. എല്ലാം ഇന്ന് സ്വാർത്ഥത്തിലേക്ക് വന്നിരിക്കുക. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പലർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 7:13 അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്, എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. യഹൂദരെ ഭയന്ന്. ഇന്ന് കത്തോലിക്ക സഭയിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ചില സുവിശേഷ പ്രഘോഷകർ ഭയത്തിലാണ് കഴിയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, മെത്രാൻ എന്തു വിചാരിക്കും, അച്ഛൻ എന്തു വിചാരിക്കും,
എനിക്ക് ഇപ്പോൾ ശുശ്രൂഷ തന്ന ധ്യാനഗുരു എന്ത് വിചാരിക്കും, ഈ സ്ഥലത്തുള്ളവർ എന്ത് വിചാരിക്കും? പ്രിയമുള്ളവരെ, നിങ്ങളെ പോറ്റുന്നതൊരു സഭയല്ല, സമൂഹമല്ല, മറ്റൊന്നുമല്ല. കർത്താവാണ് പോറ്റുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ, സഭയൊന്നും വിട്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പഠിക്കണം നമ്മൾ. കാരണം ക്രിസ്തുവാൽ തീറ്റിപ്പോറ്റപ്പെടുന്നവരാണ്, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നവരാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ തട്ടിമുട്ടിയും ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒപ്പിച്ചിട്ട് പോയി കയ്യടി മേടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചില ശുശ്രൂഷകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവിടെയെല്ലാം മുഖസ്തുതികളും മഹത്വങ്ങളുമാണ്, മനുഷ്യ മഹത്വങ്ങളും കയറി നിൽക്കുക, ഇങ്ങനെ നെളിച്ച് നിൽക്കുക. അപ്പോൾ ഉടനെ പറയും ഇയാളൊരു സഭാസ്നേഹിയാണെന്നാണ് തോന്നുന്നത്, ഇയാളൊരു സഭാസ്നേഹിയാണ്. എന്താ കാര്യം? ആരെയൊക്കെയോ അധികാരപരത്തിലുള്ള പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ഇവർക്ക് ഭയമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് അവർ പറയത്തില്ല. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഇനി യോഹന്നാൻ സുവിശേഷം 9:22 അവിടെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആ അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ച്, സൗഖ്യപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ, സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവാൽ നയിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കുള്ള സുരക്ഷിത വലയം അല്ലെങ്കിൽ സുരക്ഷ, നിങ്ങൾക്കുള്ള പരിപാലന ക്രിസ്തു തരും. കാരണം ക്രിസ്തുവിനേക്കാൾ വലിയ ഗ്യാരണ്ടി തരുന്ന ഒരു പരിപാലനയും ലോകത്തിലില്ല. ക്രിസ്തുവിനേക്കാൾ ഗ്യാരണ്ടി തരുന്ന ഒരു സമൂഹമോ സഭയോ ലോകത്തിലില്ല. കാരണം ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട് അതിനകത്ത് അതാണ്, പ്രസ്ഥാനങ്ങളാണ്, സമൂഹങ്ങളാണ്, ജോലിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയാണ് എന്നെ പരിപാലിക്കുന്നുള്ള ചിന്ത നമുക്ക് കടന്നു വരുമ്പോഴാണ് ആശ്രയബോധം ക്രിസ്തുവിനെ വിട്ട് അവരിലേക്ക് തിരിയുന്നത്. ക്രിസ്തുവിൽ ആശ്രയിക്കുക. അപ്പോൾ അവിടെ പറയുകയാണ്, അവർ ഒന്നും മിണ്ടാതെ നിൽക്കുക. കാരണം അവന് സൗഖ്യം കിട്ടുമെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കുക. കാരണം എന്താ? സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടും. സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അറിയപ്പെടും. അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, പുറത്താക്കപ്പെടുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാൻ സഭാവിരുദ്ധനാണെന്നും ദൈവവിരുദ്ധനാണെന്ന് ആരും പറയത്തില്ല കേട്ടോ. മറ്റേ വാക്കാണ് ഉപയോഗിക്കുന്നത്, സഭാവിരുദ്ധൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും വിധിക്കുകയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഓരോ വ്യക്തിയും ചിന്തിക്കണം, ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പേരിലാണോ നീ പുറത്താക്കപ്പെടുന്നത്, നീ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്, നീ അവഹേളിക്കപ്പെടുന്നത്, നീ മാറ്റി നിർത്തപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ക്രിസ്തു നിനക്ക് പരിപാലന ഒരുക്കും. ഇനി യോഹന്നാൻ സുവിശേഷം 12:42 അവിടെ പറയുകയാണ്, എന്നിട്ടും യഹൂദര അവിശ്വാസത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. എന്നിട്ടും അധികാരിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരീസരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. കണ്ടോ, യേശു ക്രിസ്തുവിനെ അവർ ഏറ്റുപറയുന്നില്ല. എന്താണ്? ഈ യഹൂദരായിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു, അധികാരത്തിൽപ്പെട്ടവരുമുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുള്ളത്, ഒന്ന് അധികാരം നഷ്ടപ്പെടും, മറ്റൊന്ന് അവർ ബഹിഷ്കൃതരാകും എന്നുള്ളത് കൊണ്ട് എന്തു ചെയ്യുന്നു? ഫരീസരെ ഭയന്ന് അവരെന്ത് ചെയ്യുന്നു? ഏറ്റുപറയുന്നില്ല. അപ്പം നിങ്ങൾ ഫരീസരെ ഭയക്കുന്നവരാണോ? നിയമജ്ഞരെ ഭയക്കുന്നവരാണോ? പ്രധാനികളെ ഭയക്കുന്നവരാണോ? നിയമജ്ഞരെ ഭയക്കുന്നവരാണോ? അധികാരികളാണെങ്കിൽ പോലും ഇന്ന് പലപ്പോഴും കാണാൻ പറ്റും, ചിലരൊക്കെ എന്നോട് ചോദിക്കും, ഇത്രയും ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനഗുരുക്കന്മാർക്കും ശുശ്രൂഷകർക്ക് ഇത് ഇത്ര തെളിച്ചങ്ങ് പറയാൻ പറ്റാത്ത കാര്യം എന്താ? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അവരധികാരികളെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർ പലർക്കും ബഹിഷ്കൃതരാകുമെന്ന് ഭയന്നിട്ട് അവരെന്തു ചെയ്യുന്നു? ഏറ്റുപറയുന്നില്ല. അവിടെ നമ്മളതിനകത്ത് വിവേകം കൊണ്ടുവരും. നോക്കിയും കണ്ടുമൊക്കെ വേണം യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയാനായിട്ട്. ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം യേശുവിനെക്കുറിച്ച് പറയാനായിട്ട്. നോക്കിയും കണ്ടു വേണം. രക്ഷകനാണെന്ന് പറഞ്ഞാൽ അത് ഏക രക്ഷകനാണെന്ന് പറയരുത്, എല്ലാവരും രക്ഷിക്കുന്നവനാണെന്ന് പറയരുത്, അവൻ രക്ഷിക്കുന്നവനാണെന്ന് പറയുക. രക്ഷിക്കാൻ മനുഷ്യനും പറ്റും ഇഷ്ടം പോലെ. ദൈവം രക്ഷിക്കുന്നതും മനുഷ്യൻ രക്ഷിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ യേശു ഏക രക്ഷകനാണെന്ന് പറയാൻ നിങ്ങൾ അധികം കേൾക്കത്തില്ല ആ ശുശ്രൂഷ, ആ വാക്ക്. അവൻ രക്ഷകനാണ്, അവൻ രക്ഷകനാണ്, അവൻ സൗഖ്യദാതാവാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും, അപകടമില്ലല്ലോ. എന്നിട്ട് പറയുകയാണ്, എന്താണ് അവരുടെ പ്രത്യേകത? ദൈവത്തിനുള്ള മഹത്വത്തെക്കാൾ അധികം
മനുഷ്യരെ പ്രശംസ അവർ അഭിലഷിച്ചു. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൈ കൊടുത്തിട്ട് പറയും, ഇതുപോലൊരു ശുശ്രൂഷ ഞാൻ കൂടിയിട്ടില്ല, വളരെ ശക്തമായ രീതിയിൽ സംസാരിച്ചു, നല്ല പ്രഘോഷണമായിരുന്നു, നല്ല ധ്യാനമായിരുന്നു, ഭയങ്കര അഭിഷേകമായിരുന്നു. ഇപ്പോഴത്തെ വാക്ക് അങ്ങനെയാണല്ലോ, ഭയങ്കര അഭിഷേകമായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉൾക്കുത്തുണ്ടാവും. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് ഈ പറഞ്ഞിട്ട് ജനത്തിൻ്റെ കൈയടി മേടിച്ച് കിടക്കുന്ന മനുഷ്യർ ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരെ പ്രശംസ. എന്നെ കേൾക്കുന്ന നിങ്ങൾ മനുഷ്യരെ പ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയാതെ ഭയം കൊണ്ട് കഴിയുന്നവരാണോ? ചിന്തിക്കണം. ചിലർക്കിനി ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇനി ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ അടക്കം ചെയ്യുമോ? എന്നോടൊക്കെ ചോദിച്ചിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പള്ളിയിൽ തന്നെ അടക്കം ചെയ്യും. ഇനി അടക്കം ചെയ്യുന്നില്ലെങ്കിൽ, കാനോൻ ലോ അനുസരിച്ചും അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അടക്കം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടക്കം ചെയ്യുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പേര് സഹിതം നിങ്ങൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകും. കാരണം നമുക്കൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ദൈവത്തിന് തീരുമാനം എടുക്കട്ടെ, ദൈവഹിതം അനുസരിച്ച് പോയാൽ മതി, നമ്മൾ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. ശരിയാണ്, നമ്മൾ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. പക്ഷേ മരിച്ചു കഴിഞ്ഞ ശവം അവിടെ മണിക്കൂറുകളോളം ഇരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചില തീരുമാനങ്ങൾ പറയണം. വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ പറയണം, ഇതാണ് എൻ്റെ അവസ്ഥ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വഴികളിലേക്ക് നീങ്ങുകയാണ്. നീങ്ങിയിട്ട് നമ്മൾ പറയുമ്പോൾ അപ്പോൾ തന്നെ അവർ പറയും, ഒരു കുഴപ്പമില്ല. ഈ ഭയത്തിൽ കഴിയുന്നവനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അവനോട് കുറേ നൂലാമാലയായിട്ട് വരും. ഇനി കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ്, ഒരു വൈദികനെ ഞാൻ കണ്ടു. അപ്പോൾ ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി ഒരു കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൂടെ വന്നവർ എന്നോട് പരിചയപ്പെടുത്തിയത് വികാരി അയാളാണെന്നാണ്. ഞാൻ വികാരി അയാളാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കയറി വന്നു. അതെല്ലാം കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ആ രൂപതയിൽ മെത്രാനുമുണ്ട്, സഹായ മെത്രാനുമുണ്ട്. അപ്പോൾ സഹായ മെത്രാനുള്ളത് കൊണ്ട് അവിടെ വികാരി അയാളില്ല. എന്നാൽ ഈ പരിചയപ്പെടുത്തുമ്പോൾ ഈ വൈദികൻ എന്നോട് പറയാം വികാരി അയാൾ അല്ലെന്ന്, ഞാൻ ഇന്ന പോസ്റ്റ് ഇരിക്കുന്നതാണ്, മിണ്ടുന്നില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, വികാരി അയാളാണെന്ന് കേട്ട് നമ്മൾ പേടിച്ചു പോകും. അതാ ഇവരുടെ ധാരണ. പിന്നെ വേറെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിയമാവലികളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഈ നിയമാവലികൾ കുറേ കൊണ്ടുവരും, കുറേ ലോസൊക്കെ കൊണ്ടുവന്നു വരും. കാനോൻ ലോ അതും ഇതും ഒക്കെ കൊണ്ടുവരും. സാധാരണക്കാരൻ ഇതുമല്ലോ അറിയാം. അവൻ പേടിച്ചു പോകും. അവൻ വിചാരിക്കും ഇവരിപ്പോൾ നമ്മളെ പിടിച്ച് കോടതിയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പറയും, ഇവരുടെ മുമ്പിൽ എന്നാ പറയാൻ പറ്റും എന്നൊക്കെ പേടിച്ചു പോകും. ഭയം കയറി നിൽക്കും. ഇങ്ങനെ ഓച്ചാനിച്ചിങ്ങനെ നിൽക്കും, അയ്യോ ഞങ്ങൾ അടിയാങ്കളാണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അങ്ങനെ ഇന്നും ഒരുപാട് മനുഷ്യരെ ഭയപ്പെടുത്തി അവരെ മുതലെടുക്കുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഫരീസരെ, നിയമജ്ഞരെ, പ്രധാന പുരോഹിതന്മാരെ, സദുക്കാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഭയം മാറിപ്പോണം. നമുക്ക് സ്വന്തം ജീവൻ പോകുമെന്ന് പേടിയുള്ളവരുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? ലൂക്കാസ് സുവിശേഷം 9:24 പറയുകയാണ്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. മത്തായി സുവിശേഷം 10:28 ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. അത് ദൈവമായ കർത്താവാണ്. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. റോമ 8:15 അവിടെ പറയുകയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തതിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഫിലിപ്പർ 1:28 കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിനുള്ള അടയാളമാണത്, അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. എന്താ ദൈവത്തിനുള്ള അടയാളം? അവർക്ക് നാശം, നിങ്ങൾക്ക് രക്ഷ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഹെബ്രായർക്ക് ലേഖനം 13:6 ആരെങ്കിലും ഭയപ്പെട്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം. ആത്മാവിൻ്റെ ധൈര്യം വേണം, മനസ്സിന് മാത്രം ധൈര്യം പോരാ. ആത്മാവിൻ്റെ ധൈര്യത്തോടെ പറയാം, കാരണം എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ധൈര്യമായിട്ട് ചോദിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യും. എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, ഞാൻ ഭയപ്പെടുന്ന അവനെ മാത്രമേ ഉള്ളൂ. ഞാൻ ആരാധിക്കുന്നത് മുട്ടുമടക്കുന്ന അവൻ്റെ മുമ്പിലാണ്.
നിങ്ങൾ ചിലപ്പോൾ വലിയ ഉയർന്ന അധികാരിയായിരിക്കാം, പിടിപാടുള്ള വ്യക്തിയായിരിക്കാം, പണമുള്ള വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ വേണ്ടി പോലും സാധിച്ചേക്കാം. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? അവിടെ പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല. എന്നോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യുന്നേ. എൻ്റെ കർത്താവ് ചുമ്മാതെയല്ല ഈ ഭൂമിയിലേക്ക് എന്നെ ജനിപ്പിച്ചത്, എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 3:14 പറഞ്ഞോളൂ, നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. കാരണം കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമായിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി. നിങ്ങൾ കർത്താവിൻ്റെ പാതയിലാണോ, കർത്താവിൻ്റെ വചനപ്രകാരമാണോ ജീവിക്കുന്നത്, വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്, ഇവിടെ ഒരൊറ്റ എണ്ണത്തെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഭയപ്പെടാൻ പോയേക്കരുത്. അങ്ങനെ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ ഉമ്മാക്കി കാണിച്ച് വരുന്നവരെയൊക്കെ അവിടെ നിലയ്ക്ക് നിർത്തിക്കോണം, അതിന് ആരാണെങ്കിലും. അതുകൊണ്ട് ഈ പല രീതിയിലുള്ള ടൈപ്പ് ആൾക്കാർ ഇറങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനാൽ യേശുവിൻ്റെ നാമം ഭയം മൂലം ഏറ്റുപറയാൻ പറ്റാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ യേശുവിൻ്റെ ഭയം മൂലം ഏറ്റുപറയാത്തവരുണ്ടെങ്കിൽ ഏറ്റുപറയാൻ തീരുമാനമെടുത്തുകൊള്ളുക. അതിനിവിടെ ആരുടെ അനുവാദം വേണമെന്നൊന്നുമില്ല. അത് ഇന്നിടത്ത് ഞങ്ങൾ പറയുന്ന രീതിയിലേ നിങ്ങൾക്ക് യേശുവിനെ നാം വിളിച്ചു പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയുന്ന രീതിയിലല്ല, പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് പറയും എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഞങ്ങൾ പറയുന്ന രീതിയിലെന്ന് പറയുന്നവരുടെ ഉള്ളിൽ അശുദ്ധാത്മാവാണ്. അവരൊരിക്കലും സമ്മതിക്കത്തില്ല. അതായത് നമ്മുടെ ഇടവകളൊക്കെ കെട്ടപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ രൂപതകൾ ഇടവകളൊക്കെ കെട്ടപ്പെട്ട് കിടക്കുക. നിരവധി എണ്ണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, തകർച്ചയിലാണ്. അതൊന്നും ആർക്കും കൂടെ പ്രശ്നമൊന്നുമില്ല. ക്രിസ്തുവിനെ കൊടുക്കുന്നില്ല, ബാക്കി എല്ലാം കൊടുക്കാൻ റെഡിയാണ്. ചിലർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ചിലർക്ക് വലിയ പന്തികേടാണ്. അതുകൊണ്ട് അവർ മാനസാന്തരപ്പെടുന്ന കാര്യത്തെക്കുറിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ടതിലേക്കോ മനുഷ്യനെ നയിക്കാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ ചില അവിശ്വാസികളുടെ വാക്ക് കേട്ട് അടിമകളായി കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളിങ്ങനെ കിടക്കും. ഏറ്റവും അവസാനം നരകയാതന അനുഭവിച്ച് പീരിത്വത്തിൻ്റെ ആത്മാവായിട്ട് നടക്കും. കർത്താവ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സ്വയം ചിന്തയാൽ, നിങ്ങൾ സ്വയം താല്പര്യത്തെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ട് കർത്താവ് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിനാൽ ലോകം മുഴുവൻ നേടിയിട്ടുണ്ടെങ്കിലും ആത്മാവ് നഷ്ടപ്പെടാതെ ജീവിക്കാൻ തീരുമാനമെടുക്കുക, തിരിച്ചു വരാൻ തീരുമാനമെടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 24, 25, 26 ജൂലൈ 24 എന്ന് വെച്ചാൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈൻ ധ്യാനമുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, എങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും പങ്കെടുക്കാം. വെള്ളി, ശനി, ഞായർ 24, 25, 26 തീയതികളിൽ നിങ്ങളിപ്പം കാണുന്നതിൻ്റെ അവിടെ ബ്രൗസർ അവിടെ ഉണ്ടായിരിക്കും. അതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് വിളിച്ചു പറയുക. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൽ പങ്കെടുക്കാം. കാരണം വിളിച്ചു പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ശുശ്രൂഷകളിലൂടെ നമുക്ക് കടന്നു പോകാം. ധൈര്യത്തോടെ ഭയം മാറ്റി ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, സ്വർഗ്ഗപിതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒരു ഫറവോയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഹെരോദോസിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോടൊപ്പം നിൽക്കുക. ദൈവഭയം എന്ന് പറയുന്നത് പോലും ഒരു സ്നേഹത്തിനുണ്ടാകുന്നതായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കട്ടെ. ഈ ശുശ്രൂഷ നിരവധി പേർക്ക് പകർന്നു കൊടുക്കുക. നിരവധി പേർ കാണട്ടെ, കേൾക്കട്ടെ, അറിയട്ടെ, അനുഭവിക്കട്ടെ. ഒരു പുതുജീവിതം അവർ നയിക്കട്ടെ. നമുക്ക് ചെയ്യാവുന്നിടത്തോളം സുവിശേഷ വേല, ഈ ശുശ്രൂഷകൾ പങ്കുവെച്ച് കൊടുക്കുന്നതും ഒരു സുവിശേഷ വേലയാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, പകർത്തി കൊടുക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ അതൊക്കെ ഒരു സുവിശേഷ വേലയായിട്ട് മാറുന്നു. അതിൽ നിങ്ങൾ പങ്കാളിയാകുക, ശുശ്രൂഷകളെ സഹായിക്കുക. എല്ലാ രീതിയിലും കർത്താവിൻ്റെ രാജ്യം വളരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, സ്വാതന്ത്ര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവാണ്. ഈ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, അങ്ങ് ഏറ്റുപറയുന്നതിൽ ലജ്ജിക്കാതെ എല്ലാ സ്ഥലത്തും അങ്ങ് രക്ഷകനാണ്, ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മ പോയ സ്ഥലങ്ങളിലെല്ലാം യേശുവാണ് ഏകരക്ഷകനെന്ന്
യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച പോലെ ഞങ്ങളും സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും കൃപയെല്ലാം നിങ്ങളുടെ മേലെല്ലാം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു കർത്താവാണ്. സകല നാവും ഏറ്റുപാടും, യേശു ക്രിസ്തു കർത്താവാണ്. മുട്ടുകൾ മടങ്ങും, ഹൃദയങ്ങൾ തുറക്കും, രാജാധിരാജൻ വരുമ്പോൾ നാവുകൾ പാടും, സ്വരം